ഹായ് ഓൾ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് POTG 19 PCR എന്നുള്ള പ്രസ്റ്റീജിൻ്റെ ഓവൻ ടോസ്റ്റർ ഗ്രില്ലർ അല്ലെങ്കിൽ OTG അതിനെക്കുറിച്ചുള്ള ചെറു വിവരണവും പിന്നെ അതുപയോഗിച്ച് ചിക്കൻ ഗ്രിൽ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമാണ്. ഇതാണ് ഓവൻ ടോസ്റ്റർ, പ്രസ്റ്റീജിൻ്റെ ഓവൻ ടോസ്റ്റർ ഗ്രില്ലർ, നേരത്തെ പറഞ്ഞ മോഡൽ. ഇത് ആദ്യമേ പറയട്ടെ, ഇതെന്ന് പറഞ്ഞത് മൈക്രോവേവ് അല്ല. ശരിക്കും ഇത് ഹീറ്റർ ഉപയോഗിച്ചാണ് ഭക്ഷണം ചൂടാക്കുന്നത്, മൈക്രോവേവ് അല്ല. ഓക്കെ, ഇത് ഇപ്പോൾ എല്ലാത്തിനുള്ള പോലെ നമുക്ക് തുറക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ല്, പിന്നെ നേരത്തെ പറഞ്ഞ ഹീറ്റർ എന്ന് പറയുന്നത് ഇത് ഇവിടെ താഴെയുണ്ട്, മുകളിൽ. ഓക്കെ, അപ്പോൾ ഇത് അടച്ചിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പഴുക്കും. നല്ല ചൂടാണെങ്കിൽ നല്ല പഴുക്കും. പിന്നെ ഇതിലൊരു ട്രേ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. അത് താഴെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ ചൂടാക്കുമ്പോഴും മറ്റോ ഇതിന്ന് എണ്ണയോ മറ്റോ ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇതിൽ വീണോളൂ. അത് പ്രത്യേകം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ OTGയിൽ വേറെ ഈ റൊട്ടിസറി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച് കാണിക്കുന്നില്ല, പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇതിന് 3 നോബുകളാണുള്ളത്. ഒന്ന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളത്, പിന്നെ പവർ ഹീറ്റിംഗ് പൊസിഷൻ സെലക്ട് ചെയ്യാനുള്ളത്, പിന്നെ ടൈമർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ ഒരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് എത്ര സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് 200 ഡിഗ്രി ഇട്ടിട്ട് അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓരോരുത്തർ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഭക്ഷണം എന്താണോ അതിനനുസരിച്ച് മാറും. അത് ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ, ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്, 2, 3 ഇങ്ങനെ താഴത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു സ്ക്വയർ കാണാം. അതിൻ്റെ മുകളിലൊരു വര, താഴെ ഒരു വര, മുകളിലും താഴത്തും വര, പിന്നെ മുകളിൽ വര, താഴത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വര, പിന്നെ മുകളിലും ഭാഗത്ത് വര, പിന്നെ 2 ഭാഗത്ത് വര, അങ്ങനെ 2-3 തരത്തിൽ കാണാം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഇതിൽ മുകളിലൊരു വര എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഹീറ്റർ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നാണ്. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ താഴത്തെ ഹീറ്റർ മാത്രം വർക്ക് ചെയ്താൽ മതി. പിന്നെ 2 ഹീറ്ററും വർക്ക് ചെയ്യണം. പിന്നെ മുകളിലത്തെ ഹീറ്ററും പിന്നെ റൊട്ടേഷനും, പിന്നെ താഴത്തെ ഹീറ്ററും റൊട്ടേഷനും, പിന്നെ താഴത്തെ ഹീറ്ററും മുകളിലത്തെ ഹീറ്ററും പിന്നെ റൊട്ടേഷനും. നേരത്തെ പറഞ്ഞ റൊട്ടിസറിന്ന് ഞാൻ കാണിച്ചെന്നില്ലേ അത്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന കേസിൽ നമ്മൾ ഈ മുകളിലും താഴത്തുള്ള ഹീറ്റർ ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നടുവിൽ നമ്മുടെ ഗ്രില്ല് വെക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമർ ജസ്റ്റ് മെക്കാനിക്കലാണ്. അത് തിരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ടിക് 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 എന്ന് സൗണ്ട് വരും. അതായത് 0 ആവുന്നവരെ ടിക് 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 എന്ന് സൗണ്ട് വരും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ തിരിക്കുക, എന്നാലാണ് ഇത് ഓണാവുള്ളൂ. ഓണാകുമ്പോൾ നമുക്ക് ഈ LED കത്തും. LED അല്ല, ബൾബ് കത്തും. അപ്പോൾ പവർ ഓണാക്കിയതിന് ശേഷം മാത്രമേ കത്താൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഓണാക്കി കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ തിരിയും. എന്നിട്ട് പക്ഷേ അതിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് സൗണ്ട് വെക്കും. ആ സമയത്ത് ഓണാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ചാൻസ് ഉണ്ട്, അടിച്ചു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സപ്പോസ് നമ്മൾ ഇത് തിരിച്ച് പവർ ഓണാക്കാതെ ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് 0ക്ക് എത്തണ വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഓണാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ചിക്കൻ. ഇതിലിപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാനായിട്ട് OTGയിലേക്ക് വെക്കാം. ഇതെന്ന് പറയുന്നത് മറ്റേ ഓവൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രില്ല് എടുക്കാനോ അല്ലെങ്കിൽ ട്രേ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓവൻ്റെ മോഡലിൻ്റെ ഒപ്പം തന്നെ വരുന്ന ടൂളാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രില്ല് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. നമ്മൾ ഗ്രില്ല്
അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക മീൻസ് ജസ്റ്റ് പുറത്തേക്ക് നീക്കി വയ്ക്കുക. നമ്മൾ പീസസ് വെക്കുന്നു. ഓക്കെ, ഇത് ട്രൈൻ്റെ ഉള്ളിൽ വയ്ക്കുന്നു. അടയ്ക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇതിൽ 200-ലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ടെമ്പറേച്ചർ 200-ലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സെലക്ടർ പവർ ഞാൻ ബോത്ത് സൈഡ്, അതായത് മുകളിലും താഴത്തും ഹീറ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്കിനി ഇത് സ്വിച്ച് ഓൺ ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇടുന്നു. എന്നിട്ട് നമ്മൾ ഗ്രില്ല് വീണ്ടും 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ലെടുത്ത് ചുമ്മാ മറിച്ചിടും, ഒരു രസത്തിന് മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 മിനിറ്റ് വയ്ക്കുന്നു, പിന്നെ മറിച്ചിടുന്നു, വീണ്ടും 10 മിനിറ്റ് വയ്ക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ടിക് 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 എന്നുള്ള സൗണ്ട് കേൾക്കും. അത് നമ്മൾ ശരിക്കും ഇതിപ്പോൾ പവർ ഓണായി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പവർ ഓണായിട്ടുണ്ട്. ഇനി അതാ 0, അതായത് ഈ 0-ൽ എത്തുമ്പോൾ ടിങ് ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ എടുക്കും. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഓക്കെ, വീണ്ടും 10 മിനിറ്റ്. ഓക്കെ, അടുത്ത 10 മിനിറ്റ്, അതായത് ഇപ്പോൾ ടോട്ടൽ 20 മിനിറ്റ് നമ്മൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ 20 മിനിറ്റാണ് കഴിഞ്ഞത്. പക്ഷേ ഇത് കുറച്ചും കൂടിയും ഒരു 20 മിനിറ്റ് കൂടി വെക്കേണ്ടി വരും. നമ്മൾ 30 മിനിറ്റാണ് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഒരു 20 മിനിറ്റ് അഗെയിൻ ഒരു 20 മിനിറ്റ് കൂടി വെക്കേണ്ടി വരും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 10 മിനിറ്റ് വെക്കാൻ പോകണം. അടുത്ത 10 മിനിറ്റും കഴിഞ്ഞു. നമുക്കൊന്നുകൂടി മറച്ച് വയ്ക്കാം. ഇത് ലാസ്റ്റ് സെഷനാണ്. ഈ 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും, പിന്നെ പുറത്തെടുക്കും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ലാസ്റ്റ് ഈ 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, അതായത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ OTG വെച്ച് ഗ്രിൽ ചെയ്ത ചിക്കൻ. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം. അതായത് എണ്ണയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത് OTGയുടെ ഈ ഉപയോഗം വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ആൾ.